ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ മൂന്നുകുളം ബ്ലോക്ക് 12 ഭാഗങ്ങളിൽ തകർന്ന വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ച് യുവാക്കൾ മാതൃകയായി. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ മൂന്നുകുളം ബ്ലോക്ക് 12 ഭാഗങ്ങളിൽ തകർന്ന വൈദ്യുതി ലൈനാണ് നാട്ടുകാരുടെ സഹായത്തോടെ പുനഃസ്ഥാപിച്ചത്. മേഖലയിൽ വൈദ്യുതി ലൈനിന് മേൽ മരച്ചില്ലകൾ പൊട്ടിവീണാണ് തകർന്നത്. വൈദ്യുതി ലൈൻ തകർന്നതുകൊണ്ട് തന്നെ മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു. KSEB ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ യുവാക്കൾ സന്നദ്ധ പ്രവർത്തനം വഴി വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ചതോടെയാണ് മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസമുണ്ടായത്. കാലവർഷക്കെടുതിയിലും മറ്റും മേഖലയിൽ വൈദ്യുതി ലൈൻ തകരാറിലാവുന്നത് നിത്യസംഭവമാണ്. വൈദ്യുതി തകരാറുണ്ടായാൽ ഇത് ശരിയാക്കുന്നതിനായി കാക്കയങ്ങാട് നിന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം KSEB ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്താൻ. പ്രശ്നം പരിഹരിക്കാൻ രാത്രികാലങ്ങളിൽ വൈദ്യുതി ലൈൻ തകരാറിലായാൽ KSEB ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ വലിയ പാട് തന്നെയാണ്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിയിരിക്കുന്ന വഴിയിലൂടെ വേണം ഇവർക്ക് പുനരധിവാസ മേഖലയിലേക്ക് എത്തിപ്പെടാൻ. 12ാം ബ്ലോക്കിലെ യുവാക്കൾ ചെയ്ത മാതൃകയിൽ എല്ലാ ബ്ലോക്കുകളിലും വിദഗ്ധർ അടങ്ങിയ സന്നദ്ധ സംഘം രൂപീകരിച്ചാൽ ഒരു പരിധിവരെ ചെറിയ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിന് മാതൃകയാണ് 12ാം ബ്ലോക്കിലെ ഈ യുവാക്കൾ. ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയാണ് 12ാം ബ്ലോക്കിലെ ഒരു കൂട്ടം യുവാക്കൾ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൈദ്യുതി ലൈനിന് മേൽ വീണ മരച്ചില്ലകളും മറ്റും വെട്ടിമാറ്റിയത്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് VK ഗംഗാധരൻ, ഷിജു EC, ഷിൻഡോ, രഞ്ജിത്ത്, മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS Gold പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോർന്ന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.